മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പിലാത്തറയിലെ കാർ കവർച്ചയിൽ സ്വർണം പൊട്ടിക്കൽ സംഘമെന്ന് സംശയിക്കുന്നവരുടെ കാറിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 8-ന്. അക്രമി സംഘം മഹാരാഷ്ട്ര സ്വദേശികളുടെ കാറിനൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 1/2 കോടിയിലധികം രൂപയുടെ സ്വർണമാണ് നഷ്ടമായത്. സീറ്റിനടിയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ച 55 ലക്ഷം നഷ്ടമായതായി കാറിന്റെ ഉടമ അശോക് യശന്തും പറഞ്ഞു. കെ.വി. ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. തുടക്കം തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സൈത്തെ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത് അതേ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ കേസിൽ നിർണായകമായ തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സംഘം, ഈ 2 വാഹനങ്ങളിലായ സംഘം ഇവരെ പിന്തുടരുന്ന CCTV ദൃശ്യമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസിന് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കണ്ണൂരും അതുപോലെ തന്നെ മലപ്പുറവുമുള്ള ഈ സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്തുവിട്ട ഈ CCTV ദൃശ്യം വളരെ വളരെ നിർണായകമാണ് ഈ കേസിൽ. എന്തായാലും ഈ സംഭവത്തിൽ മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 55 ലക്ഷം രൂപ ഈ വാഹനത്തിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടു എന്ന് ഈ കാറിന്റെ ഉടമ അശ്വന്ത് ഇപ്പോൾ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ ഈ കുമാർ എന്ന് പറയുന്ന ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നയാൾ നൽകിയിരുന്ന മൊഴി പ്രകാരം 25 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു, തന്റെ ഭാര്യയുടെ ബാഗിലുണ്ടായിരുന്ന സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് FIR. പക്ഷെ അങ്ങനെയല്ല. ഇതിൽ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇതിൽ വലിയ തോതിൽ പണം ഈ വാഹനത്തിലുണ്ടായിരുന്നു. അതായത് മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശികളാണ് ഇവരൊക്കെ. ഇവർ ഇവിടെ നിന്നും തലശ്ശേരിയിലേക്ക് ഈ കാറിൽ യാത്ര ചെയ്യുന്ന ഇടയിലാണ് ഇങ്ങനെ പുലർച്ചെ 5-നും 6-നും ഇടയിൽ എടാട്ട് വെച്ച്, അതായത് പിലാത്ര ദേശീയപാതയിലെ സർവീസ് റോഡിൽ വെച്ച് ഇങ്ങനെ ഇന്നോവയിലെത്ത വാഹനം തടഞ്ഞു നിർത്തുകയും ഇവരെ ബലമായി വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഈ വാഹനം മറ്റൊരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ഇത്തരത്തിൽ ഈ വാഹനത്തിൽ അകം മുഴുവൻ പരിശോധിക്കുന്ന രീതിയിലായിരുന്നു. വലിയ ദുരൂഹതയായിരുന്നു ഇതിൽ ഉയർന്നിരുന്നത്. ഇതിലേതായാലും പോലീസ് ഇപ്പോൾ ചുരുളഴിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല കൂടുതൽ പണം ഈ വാഹനത്തിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതോടൊപ്പം നിർണായകമായ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ കേന്ദ്രീകരിച്ച് ആണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം ഈ കാറിന്റെ ഉടമയും പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ നൽകിയ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അത് തന്നെയാണ് നമ്മൾ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ്. കൂടുതൽ സ്വർണവും അതുപോലെ തന്നെ പണവും ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഏതായാലും ഈ വാഹനത്തിൽ രക്തക്കറ നേരത്തെ കണ്ടെത്തിയിരുന്നു. അത് ഈ അക്രമി സംഘത്തിൻ്റെതാണെന്നാണ് ഇപ്പോൾ പോലീസ് നിഗമനം. അതായത് ഈ ഗ്ലാസ് കൈകൊണ്ടാണ് ഇവർ അടിച്ച് തകർത്തത്. ഇതിന്റെ മുൻവശത്തെ ഗ്ലാസ് അടിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആ മുറിവ് പറ്റി രക്തം കാറിൽ ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ആർക്കും ഏതെങ്കിലും തരത്തിൽ പരിക്കില്ല, അങ്ങനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവരെ അവിടെ നിന്നും ഇറക്കി വിട്ടതിന് ശേഷം ഈ വാഹനം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാണ് ഇത്തരത്തിൽ വലിയ പരിശോധന നടത്തി ഈ സ്വർണം കവർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവരെ കൃത്യമായി മനസ്സിലാക്കി അല്ലെങ്കിൽ അറിയാവുന്ന സംഘങ്ങൾ തന്നെയാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ. ഏതെങ്കിലും തരത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇവർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ അത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇയാളെ ഒരിക്കൽ കൂടി ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ അതായത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കുമാർ എന്ന് പറയുന്നയാൾ, ഇയാളുടെ ഭാര്യ, 2 മക്കൾ, അതുകൂടാതെ സച്ചിൻ എന്ന് പറഞ്ഞ ഡ്രൈവർ, ഇവരെല്ലാം പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും തന്നെയാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് പരിശോധന നേരത്തെ നടത്തിയിരുന്നു. അതോടൊപ്പം ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇതിൽ സാക്ഷികളില്ല, പക്ഷേ CCTV ദൃശ്യങ്ങളായിരിക്കും ഇതിൽ നിർണായകമാവുക. ഈ 2 വാഹനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രതികളെ കുറിച്ച് പോലീസിന് സൂചനയും ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സൈത്തെ, അതാണ് സാഹചര്യം. എന്തായാലും സ്വർണം പൊട്ടിക്കൽ സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നതാണ് വിവരം. കണ്ണൂരും മലപ്പുറവും കേന്ദ്രീകരിച്ചുള്ളവരെ കുറിച്ചാണ് അന്വേഷിക്കണം. CCTV ദൃശ്യങ്ങളടക്കം മുഖ്യ തെളിവായി മാറുകയും ചെയ്യുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.